കമ്പനിയെ കാണുന്നില്ലല്ലോ. കണ്ടായിരുന്നെങ്കിൽ രണ്ട് ഊഞ്ഞാലാട്ടാമായിരുന്നു. അപ്പൊ ഡയറി ആണല്ല, കേസ് ഡയറി തയ്യാറാക്കിയിട്ടില്ല ഇതുവരെ. ആ ഡയറി എവിടെ ഇരിക്കണം പോലും അറിഞ്ഞൂടാ. ആ ഡയറി കണ്ടെത്തി കൊടുക്കണം പോലീസിന്. നിങ്ങൾ എന്തിനു കണ്ടെത്തി കൊടുക്കേണ്ടത്? അത് ഏതോ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടാക്കേണ്ട ഡയറി നിങ്ങൾ SFIക്കാരും DYFIക്കാരും എന്തിനാടെ ഓടുന്നത് അതിന്? അത് പിന്നെ പോലീസാണോ ഡയറി കൊടുക്കേണ്ടത്? അല്ല, നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ നിന്ന്. അപ്പൊ ഞങ്ങളൊന്നും കൊടുക്കണ്ടേ? എന്തോ കേസ് ഡയറി വേണമെന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ സഖാവുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ സഹായിക്കാന്ന് കരുതി. അതന്നെ. എന്തായാലും കാണാതെ പോയി കഴിഞ്ഞാൽ ഉടനെ പാർട്ടി ഓഫീസിലോട്ടാണ് ഇവരുടെ ആഭ്യന്തരമന്ത്രി വിളിക്കുന്നത് അല്ലേ? ഒന്ന് തയ്യാറാക്കി. ഹൈക്കോടതി ചോദിച്ചതില്ലേ, അപ്പൊ നമ്മൾ കൊടുക്കണ്ടേ സമയത്തിന്? പോലീസ് നെട്ടോട്ട് ഓടുന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. എങ്കിലും ഒന്ന് ഞങ്ങളും കൂടെ ഓടാന്ന് കരുതി. നാട് ഓടുമ്പോ നടുവേ ഓടണം എന്നാണ്. കാര്യം മനസ്സിലായോ? പറഞ്ഞോട്. PP ദിവ്യയുടെ കേസിൽ കോടതി ചോദിച്ചു, എവിടെ കേസ് ഡയറി എവിടെ? അപ്പോഴത്തേക്ക് കേസ് ഡയറിയോ എന്തെന്നാ അതെന്ന് ഇവരുടെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പൊ തയ്യാറാക്കി തരാമെന്ന് പറഞ്ഞു ഓടിയതാ. പിന്നെ ഓട്ടം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പുല്ലുപോലും മുളച്ചിട്ടില്ല. 6-ാം തീയതി കൊടുക്കണം അവിടെ കേസ് ഡയറി. അയ്യോ, വെപ്രാളം എപ്പൊ തയ്യാറാക്കി കൊടുക്കോ? എന്തൊക്കെ എഴുതി? ഇത് ഈ ഒരു ദിവസം ഇരുന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സാധനമല്ല കേസ് ഡയറി. അതെ അതെ അതെ. അന്വേഷണം നടത്തുന്ന ഓരോ ഘട്ടത്തിലും അത് എഴുതി വെക്കേണ്ടതാണ്. പോലീസ് ചെയ്യേണ്ടതല്ലേ? ഞാൻ കരുതി ഓടുന്നത് അത് തെറ്റിദ്ധാരണ വന്നതാ. ഞാൻ കരുതി ഞങ്ങളാണ് കൊടുക്കേണ്ടതെന്ന്. നിങ്ങളുടെ അന്വേഷണ സംഘം കൃത്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നാണല്ലോ നിങ്ങളുടെ മുഖ്യമന്ത്രിയും നിങ്ങളുടെ MV ഗോവിന്ദനും കണ്ട വേദികളിലെല്ലാം കേറി ഇറങ്ങി പറഞ്ഞത്. എന്നിട്ട് എന്തേ അവസാന നിമിഷം വരെ എന്തേടെ കേസ് ഡയറി? അത് പിന്നെ അന്വേഷണം ശരിയായ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ CBI അന്വേഷിക്കണമെന്നൊക്കെ പറയണേ എന്തിനാന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും അന്വേഷണം വേണ്ട, അന്വേഷണങ്ങളൊന്നും ഇവിടെ വേണ്ട എന്നാണ് ഇവരുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. എന്താണ് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിക്ക് മൂട്ടിൽ തീ പിടിക്കുന്നത് CBI എന്ന് കേൾക്കുമ്പോഴത്തേക്ക്? അത് CBI കൂട്ടിലടിച്ച തത്തേന്ന് ആര് പറഞ്ഞത്? സുപ്രീം കോടതി തന്നെയല്ലേ പറഞ്ഞത്. അതിനെ കൊണ്ട് ഉപയോഗമില്ല. അതുകൊണ്ട് തത്ത ഇപ്പൊ ഗോവിന്ദനാന്നാണ് നാട്ടുകാര് പറയുന്നത്. CBI ഒക്കെ കൂട്ടിലടക്കപ്പെട്ടിരിക്കുന്നത്. അത് വന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ മറ്റേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉയർന്നു വന്ന വിവാദ സോളാർ കേസിന്റെ അന്വേഷണം CBIക്ക് കൊടുക്കണമെന്നായിരുന്നല്ലോ നിങ്ങൾക്ക് ആവശ്യം. അന്ന് ഇത് കൂട്ടിലടച്ച തത്തയല്ലായിരുന്നോടെ? അത് അന്ന് ഇന്ന് കാലം മാറ്റമുണ്ട്, സമയം മാറ്റമുണ്ട്, വ്യക്തി മാറ്റമുണ്ട്, എല്ലാത്തിനും ഒരു മാറ്റമുണ്ട്. എന്തായാലും ഈ CBI അന്വേഷണത്തെ കുറിച്ച് ഞങ്ങളുടെ പാർട്ടിക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട്. ഞങ്ങളുടെ AKG സെന്ററിലെ കാക്കിയിട്ട പിള്ളേർ അന്വേഷിച്ചോളും. അല്ലാതെ ഇവിടെ CBI ഒന്നും വരണ്ട. ഡമ്മിടാനൊന്നും നമ്മൾ അനുഭവിക്കൂല. കൂട്ടിലടിച്ച തത്ത എന്ത് കാണിക്കാനാണ്? അതുകൊണ്ട് ഞങ്ങൾ ഇത് വലിയ താല്പര്യം കാണിക്കാത്തത്. പിന്നെ കോടതി തീരുമാനിക്കട്ടെ. ഡയറി, കേസ് ഡയറിയിൽ എന്തൊക്കെ എഴുതിയിരിക്കുന്നു അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിയെങ്കിലല്ലേ കേസ് ഡയറി ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ പ്രത്യേക അന്വേഷണ സംഘം ഒന്നും എഴുതിയിട്ടില്ല. വല്ലതും കണ്ടുപിടിച്ചിട്ട് വേണ്ടേ എഴുതാൻ? ഉള്ളത് മുഴുവൻ അവർ ഒരു വഴിക്കൂടെ നശിപ്പിച്ചു കളഞ്ഞോണ്ടിരിക്കുകയല്ലേ. പിന്നെ എങ്ങനെയാണ് എഴുതുന്നത്? നശിപ്പിക്കൊന്നും ഇല്ല കേട്ടോ, നശിപ്പിക്കണമെന്നില്ല. ചുമ്മാ പറഞ്ഞോണ്ട് നടക്കുകയാണ്. ഞങ്ങളെല്ലാം സത്യത്തിന്റെ മാർഗത്തിൽ നടക്കാണ്. പിന്നെ നവീൻ ബാബുവിന്റെ ഫോണൊക്കെ പരിശോധിക്കാതെ അങ്ങ് കൊണ്ട് കോടതിയിൽ കൊടുക്കുമായിരുന്നല്ലോ. ഫോറൻസിക് പരിശോധന പോലും വേണ്ട, ഞങ്ങൾ ഇങ്ങനെ നോക്കി കണ്ടെത്തിയെന്ന്. അത് സർക്കാർ പോലീസ്, വെറും പോലീസ്, സർക്കാരിന്റെ പോലീസ് അല്ല, അത് പോലീസ് അന്വേഷിച്ച് കൊടുക്കേണ്ടതാണ്. പോലീസിനെ കുറ്റപ്പെടുത്തും. പോലീസിന് ഇവിടെ 2 വകുപ്പുണ്ടോടെ, സർക്കാർ പോലീസും പുറത്തുനിന്നുള്ളത്. ഇല്ല, ഒരു പോലീസേ ഉള്ളൂ. പിന്നെ പോലീസ് ഉണ്ട്. ഇവർക്ക് ഇതിലും നിങ്ങൾ മുദ്ര ശ്രദ്ധിക്കണം. ഇവരെ പ്രത്യേക അന്വേഷണ സംഘത്തെ കൊണ്ടാണല്ലോ ദിവ്യയുടെ മറ്റേ നവീൻ ബാബുവിന്റെ കേസ് അന്വേഷിക്കുന്നത്. അതെ അതെ. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഏർപ്പാടാക്കിയിട്ടും പക്ഷേ പത്തനംതിട്ടയിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മൊഴി എടുക്കാൻ നിങ്ങളുടെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആണല്ലോ പോയത്. എന്തേ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ പോകാഞ്ഞത്? അതെനിക്കറിയില്ല, അത് പോലീസൊക്കെ തീരുമാനിക്കുന്നതല്ലേ. പക്ഷെ അദ്ദേഹം രേഖപ്പെടുത്തിയ മൊഴി മതി, അതിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി. വേറെ ആരും ഇനി കൊമ്പന്മാരൊന്നും വേണമെന്നില്ല. തിരക്കഥ ഇവര് തന്നെയാണല്ലോ ഉണ്ടാക്കുന്നത്, അതിനനുസരിച്ച് പോലീസ് തുള്ളിക്കോളാൻ. തിരക്കഥ ആര് തിരക്കഥ ഉണ്ടാക്കുന്നത്? ഞങ്ങൾ സിനിമാ സംവിധായകരുടെ തിരക്കഥ ഉണ്ടാക്കാൻ നിങ്ങൾ എത്ര കഥകൾ ഉണ്ടാക്കിയേക്കുന്നു. എല്ലാം അടപടലം
എന്തായാലും CBI എന്ന് പറഞ്ഞ അവസാന വാക്കൊന്നും അല്ല. എല്ലാത്തിന്റെ അവസാനം CBI അല്ല. ഞങ്ങൾ സമ്മതിക്കില്ല CBI ആണ് അവസാന വാക്കെന്ന്. ഇതില് ഞങ്ങൾക്ക് പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട് ഈ ഒരു വിഷയത്തില്. CBI പറഞ്ഞതിലും തത്തയാണ്. പക്ഷെ ഗോവിന്ദൻ സഖാവിനോട് PP ദിവ്യ വിഷയത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ എന്നും പറഞ്ഞിരിക്കും. ഇന്നും നാളെ ഞങ്ങൾക്ക് ഈ നിലപാട് തന്നെയായിരിക്കും. നിലപാടിൽ ഒരു മാറ്റം ഉണ്ടാകില്ല. മറ്റന്നാൾ ചിലപ്പോൾ മാറ്റിന്നിരിക്കും. ഞാൻ പറഞ്ഞില്ല ഇവർക്ക് ഡബിൾ ഡാഡി സിൻഡ്രോം വേണ്ട. കൊറേ കാലായി പറയുന്നു. ഇനി ഞങ്ങളുടെ തന്തയെ വിളിച്ചോണ്ടല്ലോ. തന്തയ്ക്ക് വിളിച്ചത് കൊറേ നാളായി. പിന്നെ പ്രശാന്തന്റെ കാര്യത്തിലൊക്കെ എന്തൊക്കെ ആവും എനിക്ക്. നിങ്ങളുടെ കേസ് ഡയറിയിൽ ഉണ്ടാവാൻ പോകുന്ന രാവിലെ എഴുന്നേറ്റു, പല്ല് തേച്ചു, ഞങ്ങൾ നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയി, അവരുടെ ഭാര്യയെ മൊഴി രേഖപ്പെടുത്തി, ഇതൊക്കെയല്ലേ. തിരിച്ചു വന്നു, ഞങ്ങൾ തിരികെ വരുന്ന നേരത്ത് മറ്റേ കട്ടൻ ചായയും പരിപ്പുവടയും കയറ്റി. ഇതൊക്കെയല്ലേ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഡയറിയിൽ. ഇങ്ങനെയാണ് കേസ് ഡയറി എഴുതുന്നത് തന്നെ. അത് പോലീസ് നോക്കിക്കോളും, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതിൽ എന്താ എഴുതിയിരിക്കുന്നത് അറിയാനൊരു ആകാംക്ഷ ഉണ്ട്. ഓടിയുന്ന അതിനായി നിങ്ങൾ ആകാംക്ഷപ്പെടേണ്ട കാര്യം എന്താ? AKG സെന്ററിൽ നിന്ന് അവര് പറയുന്നത് അനുസരിച്ചല്ലേ ഇവര് എഴുതുള്ളൂ. ഇതൊന്നും വിശ്വസിക്കല്ലോ, വെറുതെ പറയണേ. ഇങ്ങനെയൊക്കെ അനാവശ്യങ്ങൾ വിളിച്ച് പറയാന് ഞങ്ങൾക്ക് ഇത് തന്നെ പണി. ഞങ്ങൾക്ക് ഇതല്ല പണി. ഞങ്ങളുടെ AKG സെന്ററിന് ഇതല്ല പണി. ചുമ്മാ അനാവശ്യം വിളിച്ച് പറയാണ്. ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് രണ്ടുപേരും വേണം. ഞങ്ങൾ രണ്ടുപേർക്കൊപ്പമാണ്. പാർട്ടി സെക്രട്ടറി വീണ്ടും നിലപാട് വ്യക്തമാക്കിയതാണ്. ഞങ്ങൾ അവരുടെ കുടുംബത്തിനൊപ്പമാണ്. അവരുടെ കുടുംബത്തിനൊപ്പം കുടുംബത്തിനൊപ്പമാണ് ഞങ്ങൾ. നിലപാടാണ് ഞങ്ങൾക്ക്. അതെ, ആ നിലപാട് CBI അന്വേഷണം എന്ന് കേട്ടപ്പോഴേ ഗോവിന്ദൻ വെട്ടിയിട്ട് ചക്ക കണക്ക് താഴെ വീണു. ഞങ്ങൾ അവരുടെ കുടുംബത്തിനൊപ്പമേ പറയുന്നുള്ളൂ. ആരുടെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അതെ, നമുക്കറിയാലോ നിങ്ങൾ ആരുടെ കുടുംബത്തിനൊപ്പമാണ്. ഞങ്ങൾക്ക് രണ്ടുപേരും വേണം. അതെ, ഗോവിന്ദനും ദിവ്യയും. ഗോവിന്ദൻ എവിടെ നിന്ന് വന്നു? ഗോവിന്ദൻ, അയ്യോ നിങ്ങൾ അവരുടെ കൂട്ടത്തിലാണല്ലോ ഉള്ളത്. PK ശ്യാമളക്കൊക്കെ വിറയലാണെന്നാ കേൾക്കുന്നത്. എന്തിനാണ് ഇത്ര വിറയ്ക്കുന്നത്? എന്തിനു വിറയ്ക്കുന്നത്? ഞങ്ങൾക്ക് വിറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരുടെ പാർട്ടി സെക്രട്ടറി പൊടുന്നനെ ഒരു വാർത്താ സമ്മേളനം കൊണ്ട് വിളിച്ചു കൂട്ടിയിട്ട് CBI വേണ്ട, CBI വരികേ വേണ്ട. അത് പണയാ നിങ്ങൾ അരുവ. അവരുടെ ഭാര്യ, അതായത് നവീൻ ബാബുവിന്റെ ഭാര്യ, സത്യം പുറത്തു വരണമെന്നത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് അവർ ഹൈക്കോടതിയിൽ പോയി CBI അന്വേഷണം വേണമെന്ന് പറയുന്നു. വേണ്ടാന്ന് പണയാൻ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിക്ക് എന്താണ് അധികാരം? അതിന് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. അയ്യോ, CBI വരണ്ടെന്ന് പിന്നെ പറഞ്ഞു എന്തിനാ? കൂട്ടിലടിച്ച തത്തയോട് പറഞ്ഞത്. പിന്നെ കോടതി തീരുമാനിക്കട്ടെ എന്ന് എടുത്തു പറഞ്ഞായിരുന്നു. കോടതി തീരുമാനിക്കട്ടെ, ഞങ്ങൾക്ക് ഇതിലൊന്നും തീരുമാനിക്കേണ്ട ആവശ്യം. ഞങ്ങൾ തീരുമാനിച്ച ഞങ്ങളുടെ വിധം കോടതി തീരുമാനിക്കട്ടെ. ഞങ്ങൾ എല്ലാം കോടതിക്ക് അങ്ങ് വിട്ടുകൊടുത്തു. കോടതി തീരുമാനിച്ച് CBI വരണോ വേണ്ടും തീരുമാനിക്കും. പക്ഷെ അതിന് മുന്നേ ഞങ്ങൾക്ക് പറയാനുള്ളത് പറയണല്ലോ. അത്രേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. കൂട്ടിലടച്ച തത്തയെ കൊണ്ട് എന്ത് നടക്കാനാണ്? ഒരു കൂട്ടിക്കിടന്ന് ഇങ്ങനെ അടിക്കല്ലാതെ ഒന്നും നടക്കാൻ പോണില്ല. ഒന്നും നടക്കില്ല. നിങ്ങൾ പേടിക്കുന്ന എന്തിനാടേ? ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. ആര് പറഞ്ഞു പേടിയെന്ന്? ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. പാർട്ടി സെക്രട്ടറി ഇപ്പൊ ഏത് മൈക്ക് കിട്ടിയാലും അതാ പറയുന്നത് CBI വേണ്ട, CBI വേണ്ട. എപ്പൊ പറഞ്ഞു? ഒരിക്കലേ പറഞ്ഞോളൂ. അത് ആ വിഷയത്തില് നിലപാട് പറഞ്ഞല്ലേ ഉള്ളൂ. അല്ല, നിങ്ങൾ അവരുടെ കുടുംബത്തിനൊപ്പമാണെന്നല്ല നിങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുന്നത്. അതെ, നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം. അതെ. അപ്പൊ പിന്നെ അവർക്ക് CBI അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് അവരുടെ കൂട്ടത്തിൽ നിൽക്കാത്തത്? അത് പിന്നെ CBI അന്വേഷണത്തെ കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. CBI നിങ്ങളെ പിടിച്ച് കടിച്ചോ? ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട് എന്തൊക്കെ സംഭവിക്കാൻ പോണെന്ന്. ഞങ്ങൾക്ക് വ്യക്തമായ ധാരണ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഇവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് CBI വരുമ്പോ പേടി. അതെ, എല്ലാത്തിന്റെ അവസാനം CBI ഒന്നും അല്ല. ഞങ്ങളിങ്ങനെ ആവർത്തിച്ച് എല്ലാത്തിന്റെ അവസാനം പിണറായി വിജയനൊന്നും അല്ല. അത് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. അതൊരു ശുഭകരമായ അവസാനമായിരിക്കും. ഇനി കേസ് ഡയറി 2 ദിവസം, 5 ദിവസം കൂടി കഴിയുമ്പോഴേക്കും ഹൈക്കോടതി ഗോവിന്ദൻ എഴുതി തന്നോളൂല്ലോ. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഓടേണ്ട കാര്യമില്ല. ഞങ്ങൾ ഓടുന്നില്ല. ഞാൻ പിന്നെ എനിക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റി ഓടിയെന്നേ ഉള്ളൂ. എന്നാലും 6-ാം തീയതി കേസ് പരിഗണിക്കുമ്പോ തിരിച്ചടി ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ പാർട്ടി ഓഫീസിൽ മറ്റേ ഗ്ലൂക്കോസ് വെള്ളം കലക്കി വെക്കണം. ചിലപ്പോ ഗോവിന്ദൻ താഴെ വീഴും. അഥവാ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടാല്. ഓ ശരി, ഞങ്ങൾ നോക്കിക്കോളാം. താഴെ വീണാ ഞങ്ങൾ താങ്ങിയെടുത്തോളാം. താങ്ങാൻ കുറെ പ്രശ്നം. നിങ്ങളെ താങ്ങാൻ കുറെ മണ്ടന്മാരുണ്ടല്ലേ ഇവിടെ. ഞങ്ങൾ താങ്ങുന്നൊരു മണ്ടന്മാർ. ഓ, ഇവിടെ കോൺഗ്രസിനെ BJP ഒക്കെ താങ്ങുന്ന ഒരു മണ്ടന്മാരൊന്നും അല്ലേ? ഓ, ഞങ്ങളെ മാത്രം ഞങ്ങൾക്ക് ആയിക്കോ, അന്തം കമ്മിയാവരുത് കേട്ടോ. ഇതിനെനിക്ക് മറുപടി പറയാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല. തുണി വെക്കാനല്ലേ വന്നത്? നിങ്ങൾക്ക് അതല്ലേ അറിയുള്ളൂ. എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് തുണി വെക്കും. CBI അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഗോവിന്ദൻ കോടതിയോട് ഇത് തന്നെ ആയിരിക്കും കാണിക്കും.
ഞങ്ങളുടെ സംസ്കാരം അതല്ല. അയ്യോ, ഞങ്ങളെ നിങ്ങളുടെ പഠിപ്പിച്ചത് സംസ്കാരം അതല്ല. ആർക്കും അറിയാത്തത്? നിങ്ങളുടെ സംസ്കാരം ആർക്കും അറിയാത്തത്? ഞങ്ങള് നല്ല സംസ്കാരമാണ്. കുലം കുത്തി. ആ വേറെ ഇവിടെ അപ്പുറത്തുള്ളവര് പറഞ്ഞത് പറയട്ടെ, എന്റെ ഓർമ്മ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയായിരുന്നു. ഓ കേസ് ഡയറി എവിടെയാണെന്നോ. ഓ മൈ ഗോഡ്. കൊലക്കേടെ മൂട്. കേസ് ഡയറി പോലും ഇല്ല. എന്നിട്ടാണ് കോടതിയിലോട്ട് കൊണ്ടുപോയി എഴുന്നള്ളിച്ചത് പ്രത്യേക അന്വേഷണ സംഘം. ഒലക്കേടെ മൂട്.